ഒരുപാട് സന്തോഷമുണ്ട്. ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും യൂണിവേഴ്സലിൽ വരുന്നത്. ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു അവാർഡ് തന്നതിനൊക്കെ നന്ദിയുണ്ട്. ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു പ്രോത്സാഹനം തരുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. PGക്ക് ഞാൻ അങ്ങനെ ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ കോച്ചിങ്ങിനായിട്ട് വേറെ സാർമാരൊന്നും എനിക്ക് പരിചയമില്ല. ഈ പ്രാവശ്യം എൻട്രൻസ് പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എം സാറിന്റെ മുഖം തന്നെയായിരുന്നു. അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങളും സാറിന്റെ മോട്ടിവേഷനും തന്നെയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് കഴിഞ്ഞ് നല്ല റാങ്ക് കിട്ടിയപ്പോൾ സാറിനെ വന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസം മുന്നേ റിസൾട്ട് വന്ന ശേഷമാണ് സാറിനെ വന്ന് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അന്ന് സാർ ഹോസ്റ്റലിൽ കൊണ്ടുവരുന്ന കുട്ടികളടുത്ത് സംസാരിച്ചിരുന്നു. നമുക്ക് നമ്മുടെ മനസ്സിൽ നല്ലൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഈ വർഷം ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് മോളുണ്ട്, 2 വയസ്സായ മോളുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി, ഞാനും മോളും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ചായിരുന്നു ഞാൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഉമ്മയപ്പയാണ്. ഫ്രം ദ ബിഗിനിങ് യൂണിവേഴ്സലിൽ 10 വർഷം മുന്നേ ജോയിൻ ചെയ്യുന്നത് തൊട്ട് ഇന്ന് വരെ എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് എൻ്റെ പാരൻസ് ആണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ്. ഈ വർഷം എക്സാം എഴുതുമ്പോൾ, കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് കൂടെ ഞാൻ എക്സാം എഴുതിയതായിരുന്നു. അന്ന് എനിക്ക് 4000 നല്ല റാങ്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡെമച്ച് എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്തതും. അന്ന് എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം നമുക്ക് ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് അതിൻ്റെ ഇഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഹസ്ബൻഡ് അന്ന് ജോയിൻ ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ റിപ്പീറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഒന്നുകൂടെ വർക്ക് ചെയ്ത് എന്തായാലും നിനക്ക് കിട്ടും. ഈ വർഷം എന്തായാലും നിനക്ക് മര്യാദ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ സോ എന്തായാലും ഒരു വർഷം കൂടെ നീ റിപ്പീറ്റ് ചെയ്തോ, മാക്സിമം പഠിക്കുക, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും, നീ പഠിച്ചോ എന്ന് പറഞ്ഞ്. പിന്നെയാണ് പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തത്. കാരണം ഒരു 4-5 മാസം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഫസ്റ്റ് എക്സാം ഞാൻ എഴുതുന്നത്. കാരണം മോൾക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അന്നൊരു 4-5 മാസം മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യായിരുന്നത് കൊണ്ട് കൂടുതൽ എനിക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് നോട്ട്സ് വെച്ചിട്ട് മാത്രമേ ഞാൻ പഠിച്ചത്. അങ്ങനെ അന്ന് 4000 കിട്ടിയെന്നുള്ളത് മാഷാഅല്ലാ നല്ല റാങ്ക് ആയിട്ടായിരുന്നു. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഹസ്ബൻഡ് മോള് ഫീഡ് ചെയ്യുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്തിരുന്ന് എനിക്ക് വായിച്ചു തരുമായിരുന്നു. അങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ 4000 കിട്ടിയത്. അന്ന് 4000 കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നു, കിട്ടുന്നതിന് ചേർന്നൂടെ, ഇനി മോളെ ചെന്നല്ലേ പഠിക്കാനുള്ളത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ഇനി അടുത്ത പ്രാവശ്യം ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടിയില്ലെങ്കിൽ വിഷമാവില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ചേരാന്. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറെ എനിക്ക് സർജിക്കൽ ഫീൽഡ് മാത്രമേ 4000 റാങ്കിൽ കേരളത്തിൽ കിട്ടുള്ളൂ. ഹസ്ബൻഡ് ജോയിൻ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി മക്കളെല്ലാവരും ഒരുമിച്ച് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. എല്ലാവരും പറഞ്ഞ് പുറത്തുപോയി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. പക്ഷെ എൻ്റെ ഫാമിലിയും എൻ്റെ കരിയറും രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിന് മാക്സിമം എനിക്ക് എത്ര പറയണമെന്ന് അറിയില്ല. കാരണം അത്രയും എൻ്റെ ഉമ്മയും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡും. അതുകൊണ്ട് മാഷാഅല്ലാഹ് ഇപ്രാവശ്യം അൽഹംദുലില്ലാഹ് നല്ല റാങ്ക് തന്നെ കിട്ടി. ഇൻഷാഅല്ലാഹ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യും. അതന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഹസ്ബൻഡ് കൂടെ തന്നെ അവിടെ വേണമെന്നുണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യൂല, ഞാനിത് നേടിയെടുക്കും ഈ വർഷം എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ സ്ട്രോങ് ഡിസയർ. അത് വെച്ചിട്ടാണ് പഠിച്ചത്. മാഷാഅല്ലാഹ് അതുകൊണ്ട് കിട്ടി. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം. ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്.